ഉടായിപ്പ് റാണിക്ക് ഉളുപ്പ് വേണം. ഇത് എൻ്റെ വാചകമല്ല, സോഷ്യൽ മീഡിയയിലെ വളരെ പവർഫുൾ ആയിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള വാചകമാണ്. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, ആരാണ് ഈ ഉടായിപ്പ് റാണി, എന്തിനാണ് ഉളുപ്പ് വേണ്ടത്? ഉളുപ്പ് വേണമെന്നുള്ളത് ഉളുപ്പ് വേണം, ഉളുപ്പ്, ഉളുപ്പേ ഉളുപ്പ്. ഇതെൻ്റെ വാക്കല്ല, വി എസ് അച്യുതാനന്ദൻ്റെ വാക്കാണ്. വീണ ജോർജിന് ഏറ്റവും നന്നായി ചേരുന്നൊരു വാക്കാണ്. വീണ ജോർജ് എന്താണ് പറഞ്ഞത്? നിങ്ങളെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കുറെ ചെറുപ്പക്കാർ പ്രതിഷേധിച്ചപ്പോൾ, ഞാൻ ചെറുപ്പക്കാരുടെ പാർട്ടിയൊന്നുമില്ല, എനിക്ക് അവരെ പാർട്ടിയായിട്ടൊന്നും ബന്ധമൊന്നുമില്ല, ഒരു ആക്റ്റീവില്ല. പക്ഷേ ഒരു പ്രതിപക്ഷത്തിരിക്കുന്നൊരു സംവിധാനം, ഒരു പാർട്ടിക്കാരുടെ യുവജന സംഘടന താങ്കളെ, അവരെ കൊടിമരം പോലുമില്ല, അവരുടെ കൊടി പോലും കയ്യിലില്ലാതെ അവർ വന്ന്, കൊടിയുണ്ട് പിന്നെ കമ്പും ഇതൊക്കെ ഉണ്ടെന്ന് പറയാം, അവർ വന്ന് നിങ്ങളെ ഉന്തും തള്ളേ, നിങ്ങളവിടെ വന്ന് നിങ്ങളും അവിടെ കിടന്ന് ബഹളവും ഷോയൊക്കെ കാണിച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ സെക്യൂരിറ്റിക്കാരുടെ വലയത്തിൽപ്പെട്ട് നിങ്ങൾക്ക് കയറി പോകാമായിരുന്നു. പക്ഷെ നിങ്ങൾ അവിടെ തിരിഞ്ഞു നിന്ന് നിങ്ങളും ഷോ കാണിച്ചു, ഈ പയ്യന്മാരും അതിനേക്കാൾ വലിയ ഷോ കാണിച്ചു. അപ്പം നിങ്ങളെല്ലാവരും കൂടി ഷോ കാണിച്ച് ഉന്തും തള്ളുമൊക്കെ ആയി, പോലീസുകാരും ഒക്കെ ഉന്തും തള്ളിൽ പങ്കെടുത്തു. നിങ്ങളുടെ കഴുത്തിനൊരു ഉളുക്ക് വീണു. അത് ഞാൻ സത്യസന്ധമായി ഉളുക്ക് വീണു എന്ന് തന്നെ പറയാം. പക്ഷെ നിങ്ങളുടെ ഗൺമാൻ കൊടുത്ത റിപ്പോർട്ട് എന്താണെന്നറിയാവോ? കമ്പിയും പാരയും കൊടിയും എല്ലാം കൊണ്ടുവന്ന് മന്ത്രിയെ കൊലപാതകത്തിലൂടെ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അങ്ങനെ 15 ദിവസം ചെറുപ്പക്കാർ ജയിലിൽ കിടന്നു. എന്തിന്? ഒരു കരിങ്കൊടി പ്രതിഷേധിച്ചതിനോ, അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് മന്ത്രി എന്നുള്ള നിലയിൽ ഒന്ന് പ്രതിഷേധിച്ചതിനോ 15 ദിവസമാണ് ചെറുപ്പക്കാർ അകത്ത് കിടന്നത്. അവർക്ക് അമ്മമാരുണ്ട്, നിങ്ങളും ഒരു അമ്മയാണ്. അവർക്ക് സഹോദരിമാരുണ്ട്, സഹോദരന്മാരുണ്ട്, നിങ്ങളും ഒരു സഹോദരിയാണ്, നിങ്ങളും ഒരു വനിതയാണ്. ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത ഉളുപ്പുകേടാണ് താങ്കൾ ചെയ്തത്. അതൊരു ഉടായിപ്പായി പോയി. ഒരിക്കലും താങ്കൾ ഇത് ചെയ്യാൻ പാടില്ല. കേരള സമൂഹത്തോട് സോറി പറയണം, താങ്കൾ മാപ്പ് പറയണം. മാപ്പെന്ന് പറഞ്ഞാൽ വലിയ എന്തോ അപരാധം പോലെ സോറി പറഞ്ഞാൽ മതി. ഇപ്പോൾ കുഴപ്പമില്ല, മാപ്പ് പറയണ്ട, സോറിയെ പറഞ്ഞേക്കുക. കാരണം ഇതൊരു വലിയ ഒരു ഗുരുതരമായ ഒരു ആക്ഷേപമാണ്. ഇലക്ഷൻ മുമ്പേ വെച്ചത് 4 വോട്ട് കിട്ടട്ടെ എന്ന് വിചാരിച്ചാണ്, വേറെ ഒന്നുമല്ല. നിങ്ങൾക്ക് വോട്ട് കിട്ടട്ടെ എന്ന് വിചാരിച്ച് നിങ്ങൾ പറഞ്ഞപ്പോൾ, നിങ്ങൾ പറഞ്ഞതിനേക്കാൾ വേഗത്തിൽ പരിക്കുണ്ടെന്ന് പറഞ്ഞ AM ഷംസീർ ഇവിടെയുണ്ട്. അപ്പൊ തന്നെ ഗോവിന്ദ മാഷിനെ വിളിച്ചു പറഞ്ഞു. ഗോവിന്ദ മാഷ് ഉടനെ പത്രത്തിൽ ബൈറ്റ് കൊടുക്കുന്നു, മീഡിയയ്ക്ക് ബൈറ്റ് കൊടുക്കുന്നു. വലിയ മാരകമായ അസുഖമാണ് ഉള്ളതെന്ന് പറയുന്നു. പക്ഷേ എന്നിട്ട് രാഖി രാമാനന്ദ് നിങ്ങൾ വെന്റിലേറ്ററിൽ IC യൂണിറ്റിൽ നിന്ന് ഇറങ്ങി ഓടുകയും ചെയ്തു. വെളുപ്പാങ്കാലത്ത് IC യൂണിറ്റിൽ നിന്ന് ഇറങ്ങി പത്തനംതിട്ട വരികയും ചെയ്തു. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന മലയാളിയെ കോമാളിത്തരം ആണ് ഇതെല്ലാം നടത്തിയത്. നിങ്ങൾ പരിഹസിക്കുകയാണ്. നിങ്ങൾക്ക് വോട്ട് ചെയ്ത, ഈ സംവിധാനത്തിന് വോട്ട് ചെയ്ത, മുന്നണിക്ക് വോട്ട് ചെയ്ത ജനങ്ങളെ നോക്കി പല്ലിളിക്കുകയാണ് ചെയ്യുന്നത്, പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. ഒരു കാരണവശാലും ചെയ്തുകൂടാത്ത, ഒരു കാരണവശാലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് നിങ്ങളും നിങ്ങളുടെ ഗൺമാനും പോലീസിനോട് പറയുകയും അങ്ങനെ 15 ദിവസത്തോളം ചെറുപ്പക്കാർ ജയിലിൽ കിടന്നതും. ഇനിയിപ്പോൾ അതിനെന്താണ് പരിഹാരം ഉണ്ടാക്കുക? എന്ത് പ്രായശ്ചിത്തമാണ് നിങ്ങൾ ചെയ്യുക? ഏറ്റവും കുറഞ്ഞ ഞാൻ പറഞ്ഞു, ഒരു സോറി എങ്കിലും പറഞ്ഞേക്കുക. ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി, ഞങ്ങൾക്കത് അന്നത്തെ ഒരു ആവേശത്തിൽ പറഞ്ഞതാണ്, അവർ മൊഴി കൊടുത്തതാണെന്ന്. ഇനിയിപ്പോൾ കോടതിയിൽ പോയാൽ ഈ കേസ് നിൽക്കുമോ? ഈ കേസ് നിൽക്കില്ല. അപ്പോൾ അങ്ങനെ വളരെ ദുർബലമായ ഒരു കാര്യം, ചെറിയൊരു പ്രതിഷേധ പ്രകടനം ചെറുപ്പക്കാർ ചെയ്തപ്പോൾ അതിനെ വളരെ വലിയ കൊലപാതക ശ്രമമൊക്കെ മാറ്റി വലിയ തിരികൊളുത്തി വിട്ട്, അതിൽ 4 വോട്ട് കിട്ടുമെങ്കിൽ കിട്ടട്ടെ എന്ന് പറഞ്ഞ് കഴുത്തിൽ കോളറും എല്ലാം കെട്ടി ഒരു സഹതാപം അർഹിക്കുന്ന ഒരു സഹതാപിണിയുടെ രൂപത്തിൽ വന്ന് വലിയ ഷോ കാണിച്ചു. പക്ഷേ മലയാളി ഷോ തിരിച്ചറിഞ്ഞു. ഇനിയിപ്പോൾ ഇലക്ഷനിൽ നിങ്ങൾ ജയിക്കുകയോ ഇല്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. ആറന്മുളയിൽ ആര് ജയിക്കും? നിങ്ങളാണോ, അഭിൻ വർക്കിയാണോ, കുമ്മനം രാജശേഖരനാണോ, ആരാണ് ജയിക്കുക എന്നുള്ളതൊക്കെ ജനം തീരുമാനിക്കട്ടെ. പക്ഷേ ഒരു കാര്യം വളരെ പ്രധാനമാണ്, നിങ്ങൾക്ക് ഉളുപ്പ് വേണം. നിങ്ങൾ കാണിച്ചു കൂട്ടിയത് വളരെ മോശം പ്രവൃത്തിയാണെന്നുള്ളത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. തീർച്ചയായിട്ടും ഇത് കേരള സമൂഹത്തോടുള്ള, ക്രമസമാധാന രംഗത്തോടുള്ള, പോലീസ് സംവിധാനത്തോടൊക്കെയുള്ള പുച്ഛമായി ജനങ്ങൾ കണക്കാക്കും. കാരണം നിങ്ങൾ അങ്ങനെ പരാതി കൊടുക്കുന്നു, മൊഴി കൊടുക്കുന്നു, നിങ്ങളുടെ ഗൺമാൻ മൊഴി കൊടുക്കുന്നു, അതനുസരിച്ച് പോലീസ് FIR ഇടുന്നു, പിന്നെ ജാമ്യം കിട്ടുന്നില്ല, 15 ദിവസം കൊണ്ട് ജയിലിലിടുന്നു. എന്തൊരു ഗതികേടാണ്, എന്തൊരു കഷ്ടമാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ മന്ത്രി എന്നുള്ള നിലയിൽ ഒരു പ്രതിഷേധ പ്രകടനം നടത്തിയാൽ അത് പൊറുക്കാനും അതിൽ അങ്ങനെ ഒന്നും വേണ്ട എന്ന് പറയാനും താങ്കൾ പഠിക്കണ്ടേ? ഇവിടെ മുൻപൊരു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കണ്ണൂരിൽ വെച്ച് തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. തലയ്ക്കാണ് പരിക്കേറ്റത്. എന്നിട്ടും ആ കേസ് അദ്ദേഹം എടുക്കണ്ട, വിട്ടുകളയാൻ പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, നിങ്ങൾ കേസെടുപ്പിച്ചോളൂ, പക്ഷേ ഡേറ്റയ്ക്കനുസരിച്ച്, റിയാലിറ്റിക്ക് അനുസരിച്ചുള്ള കേസെടുപ്പിക്കണമായിരുന്നു.
ഇത് യാതൊരു സെൻസിബിലിറ്റി ഇല്ലാത്ത കേസാണ്. അങ്ങനെ ഒരു കേസെടുത്ത് 15 ദിവസം യുവാക്കളെ അകത്തിട്ടതിൽ ഒരു വലിയ നീതികേടുണ്ട്, ഒരു ശരിയില്ലായ്മ വളരെ വലിയ തോതിലുണ്ട്. അതിന് സംസ്ഥാനത്തൊരു മന്ത്രി, പ്രത്യേകിച്ച് ഒരു വനിതാ മന്ത്രി, ഒരു യുവ വനിതാ മന്ത്രി, വലിയ പ്രായമുള്ള ആളല്ലല്ലോ, ഒരു യുവ വനിതാ മന്ത്രി ഒരു കാരണവശാലും അതിന് കൂട്ടുനിൽക്കാൻ പാടില്ലായിരുന്നു. അത് നിങ്ങൾ പൊറുക്കണമായിരുന്നു. നിങ്ങൾ ഒരുപക്ഷെ അവിടെ നിന്ന് പോയതിനു ശേഷമെങ്കിലും ഈ കേസിൽ നിങ്ങൾ ഇടപെട്ടുകൊണ്ട് അങ്ങനെ FIR ഒന്നും ഇട്ട് വഷളാക്കണ്ട. അത് ചെറിയ കേസെടുത്താൽ മതി. കാരണം ഇത് എന്നെ അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ, ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ അതൊന്നും ചെയ്യാതെ നിങ്ങൾ വലിയ ഷോ കാണിച്ചു. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അത് ബലൂൺ പൊട്ടുന്നത് പോലെ ഷോ തോറ്റുപോയി. അതാരും കണ്ടില്ല. ഷോ പൊളിഞ്ഞുപോയ ആ സിനിമ, ആ നാടകം, തട്ടിക്കൂട്ട് നാടകം പൊളിഞ്ഞുപോയി. ഇപ്പോൾ പുതിയ നാടകം വന്നിരിക്കുന്നു. എന്നെ ഒന്നും ചെയ്തിട്ടില്ല, ഉന്തിലും തള്ളിലുമാണ് എനിക്ക് കഴുത്തിന് പേശികൾക്ക് കുഴപ്പം പറ്റിയതെന്ന് നിങ്ങൾ തന്നെ പറയുമ്പോൾ നിങ്ങളുടെ ഗൺമാൻ കൊടുത്ത റിപ്പോർട്ടും ഗൺമാൻ കൊടുത്ത മൊഴിയും ഒക്കെ ഇവിടെ നിൽപ്പുണ്ട്. വളരെ മോശമായി പോയി മിസ്സിസ് വീണ ജോർജ്. നിങ്ങളുടെ പ്രവർത്തികൾ, നിങ്ങൾ വീണ ജോർജിന് എന്തും പ്രവർത്തിക്കാം. റിപ്പോർട്ടർ ചാനലിലെ അല്ലെങ്കിൽ മറ്റ് ഏഷ്യാനെറ്റിലേക്ക് ഉണ്ടായിരുന്ന വീണ ജോർജിന് എന്ത് വേണോ പ്രവർത്തിക്കാം. പക്ഷെ മന്ത്രി വീണ ജോർജ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല മാഡം.